ലോ ഓഫ് അട്രാക്ഷൻ എവിടെ ഇപ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ഒരു ശക്തിയോട് നമ്മെ അടുപ്പിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന വ്യക്തി ജീവിതങ്ങൾ പറയുന്ന ഒന്നാണ് പ്രപഞ്ചശക്തി, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, പ്രപഞ്ചം, യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. യൂണിവേഴ്സിനോട് അവരായിരിക്കണം, പ്രപഞ്ചത്തോട് നന്ദിയുള്ളവരായിരിക്കണം എന്നൊക്കെയാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമുക്ക് ബൈബിളിലൂടെ ഒന്ന് നോക്കാം. ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന വ്യക്തി ജീവിതങ്ങൾ ബൈബിളിനെയും കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ബൈബിളിൽ ഉയർച്ച പ്രാപിച്ച, ഉന്നത നിലവാരത്തിലെത്തിയ ഓരോ ദൈവമക്കളും ഈ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യോസഫിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചുമൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന വ്യക്തി ജീവിതങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവർ പറയുന്നതായ ആ പ്രപഞ്ചശക്തി, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ ദൈവം, യഹോവയായ ദൈവം, ത്രിയേക ദൈവമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് അവർ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. ഒരുമിച്ച് അവർ പഠിച്ച് വളർന്നു, അവരൊരുമിച്ച് എഡ്യൂക്കേഷനെല്ലാം കഴിഞ്ഞു, അവർ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ ഒരുവൻ ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്നു, മറ്റവൻ താഴ്ന്ന നിലവാരത്തിൽ തന്നെ ഇരിക്കുന്നു. ഒരുവൻ നല്ല നിലവാരത്തിൽ നല്ല വീട് വെച്ചു, നല്ല സമ്പത്തുണ്ടാക്കി, നല്ല രീതിയിൽ അവനായിത്തീർന്നു. നമുക്ക് കയീനെയും ഹാബേലിനെയും നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, കയീൻ ദൈവത്തിന് നല്ലതല്ല അർപ്പിച്ചത്, എന്നാൽ ആബേലാകട്ടെ നല്ലതർപ്പിച്ചു. അതായത് ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു. നമുക്ക് യാക്കോബിനെയും ഏശാവിനെയും നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും, ഏശാവ് ദൈവത്തോട് അത്രയും ചേർന്നിരുന്നവനല്ല, ദൈവത്തിൽ അത്രയും ആശ്രയിച്ചിരുന്നവനല്ല. എന്നാൽ യാക്കോബാകട്ടെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് യാക്കോബ് ഏത് കാര്യവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിലെല്ലാം നന്മ പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബ് എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ, എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബ് ദൈവത്തിൽ നിന്ന് ഓരോ കാര്യം പ്രാപിക്കുമ്പോഴും ദൈവസന്നിധിയിൽ അവൻ നന്ദി കരയേറ്റുന്നവനായിരുന്നു, നന്ദിയുള്ളവനായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ യാഗം കഴിച്ചിരുന്നു. ദൈവത്തിന് നന്ദിയാർത്ഥം അവൻ ദൈവത്തെ ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ അബ്രഹാമിനെ നമുക്ക് നോക്കുമ്പോൾ അബ്രഹാമും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, ദൈവത്തെ ആരാധിച്ചിരുന്നു. ദൈവം ചെയ്യുന്നതായ, ദൈവം തനിക്ക് കൊടുക്കുന്നതായ എല്ലാ നന്മകൾക്കും എല്ലാറ്റിനും നന്ദി പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അതുകൊണ്ട് അബ്രഹാമും സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആ ഉയർച്ച പ്രാപിച്ച വ്യക്തി എന്നത്
എല്ലാറ്റിനും ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. ദൈവസന്നിധിയിൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ ദൈവം നമുക്ക് നൽകുന്ന ചെറിയ 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 കാര്യങ്ങൾക്ക് വരെ നന്ദി പറയുന്നവരായിരുന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നന്ദി എത്തുന്നതിനനുസരിച്ച് ദൈവം നമ്മെ ഉയർത്തുവാൻ, മാനിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ ഇടയാകും. അതുകൊണ്ടാണ് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അത് മാത്രവുമല്ല, നാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും നാം നമ്മെക്കുറിച്ച് പോസിറ്റീവായിരിക്കണം. നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, നാം ആദ്യം നമ്മെ തന്നെ സ്നേഹിക്കണം. നമ്മെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം നമ്മെ സ്നേഹിക്കുകയും നാം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അനുഗ്രഹിക്കുവാനും സാധിക്കുകയുള്ളൂ. നാം നമ്മെ അനുഗ്രഹിക്കണം, നമ്മെ സ്നേഹിക്കണം. നമ്മുടെ ഓരോ 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 ചെറിയ കാര്യങ്ങളിലും നാം സന്തോഷിക്കണം. ദൈവസന്നിധിയിൽ നാം സന്തോഷിക്കണം. ദൈവം ചെയ്തു തരുന്ന ചെറിയ കാര്യങ്ങളാകട്ടെ, അത് ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റി നാം സന്തോഷിക്കുന്നവരായിരിക്കണം. മറിച്ച് പിശാച് കൊണ്ടിടുന്ന ചിന്തകളാണ്, നാം രോഗിയാണ്, നമ്മുടെ കയ്യിൽ പൈസയില്ല, ഞാൻ കടക്കാരിയാണ്, അല്ലെങ്കിൽ കടക്കാരനാണ്, ഞാൻ എങ്ങനെ ഈ കടം തീർക്കും, ഞാൻ എങ്ങനെ ഈ രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, എന്നെൻ്റെ രോഗം മാറും എന്നൊക്കെ ചിന്തകൾ കൊണ്ടിടുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. ആ പിശാചിൻ്റെ തന്ത്രം എന്തിനു വരുന്നു? ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ. അതായത് അവർ പറയുന്നതായ ആ ലോ ഓഫ് അട്രാക്ഷനിൽ നിന്ന് നമ്മെ അകറ്റുവാൻ. ദൈവത്തിൻ്റെ ഒരു ലോ ഉണ്ട്. ദൈവത്തിൻ്റെ ലോയാണ് ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആ ലോയിൽ, ദൈവത്തിൻ്റെ ആ സംരക്ഷണ വലയത്തിൽ നാം ഇരിക്കുവാൻ നാം എപ്പോഴും ശ്രമിക്കണം. ആ സംരക്ഷണ വലയം നമ്മുടെ ചുറ്റുമുണ്ടാകണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം. എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുന്നവനായിരിക്കണം. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളിലും നാം സന്തോഷിക്കുന്നവരായിരിക്കണം. നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഭവനമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു 2 മുറിയുള്ള ഭവനമായിരിക്കും, അല്ലെങ്കിൽ 1 മുറിയുള്ള ഭവനമായിരിക്കും. ആ ഭവനമെങ്കിലും ദൈവം എനിക്ക് തന്നതിന് നന്ദി എന്നും, ആ ഭവനത്തിൽ നാം സന്തോഷമുള്ളവരായിരുന്നാൽ, അതിൽ തൃപ്തിയുള്ളവരായിരുന്നാൽ, ദൈവം നമുക്ക് വലിയ കൊട്ടാര തുല്യമായ ഭവനം നൽകുവാൻ വലിയവനാണ്. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവർ. എന്നാൽ ചിലർ മറിച്ച്, എനിക്ക് കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ല, എന്നാൽ അവർക്കൊരു വീട് കാണും, 1 മുറി 1 അടുക്കളയുള്ള വീട് കാണും, എന്നാൽ പോലും പറയും, എനിക്ക് ഈ നശിച്ച വീട് ഇതെന്തിന് കൊള്ളാം, ഏതിന് കൊള്ളാം എന്നൊക്കെ ചിന്തിക്കും. ചിലരാകട്ടെ ആരോഗ്യമുണ്ട്, എന്നാൽ ചില ബലഹീനതകൾ കാണും. ബലഹീനതകളില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിലില്ല. പല രീതിയിലും രോഗങ്ങൾ ചെറുതായിട്ടെങ്കിലും കാണും. പക്ഷേ അത് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്? ആ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും. ദൈവം നമുക്ക് ആ ചെറിയ രോഗത്തെ നാം നോക്കി ദുഃഖിക്കുന്നതിന്, എത്രയോ പേർ വലിയ രോഗമായിട്ടും എന്തെല്ലാം വലിയ മാരകമായ രോഗങ്ങളുണ്ടായിട്ടും അവർ സന്തോഷമായിട്ട് നടക്കുന്നത്, അവർ ആ രോഗത്തെ ചൊല്ലി ദുഃഖിക്കാതെ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവർ കിടപ്പിലാവുകയോ അവർക്ക് ഒരു ക്ഷീണാവസ്ഥ നമ്മുടെ മുമ്പേ കാണുകയോ
ഒന്നും ചെയ്യത്തില്ല. കാരണം അവരുടെ മേൽ ദൈവത്തിൻ്റെ ആ സംരക്ഷണം ഉണ്ട്. കാരണം അവർ ദൈവത്തിൽ സന്തോഷിക്കുന്നു, അവർ ദൈവത്തിൽ നന്ദിയുള്ളവരായിരിക്കുന്നു. അവർക്ക് വരുന്നതായ ആ വലിയ രോഗത്തെ അവർ മൈൻഡ് ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം തനിക്ക് ആ രോഗം മാറ്റിത്തരുവാൻ ശക്തനാണെന്ന് ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ രോഗം ദൈവത്തിന് എടുത്തു മാറ്റാൻ ഒരു നിമിഷം മാത്രം മതിയെന്ന് അവർ വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ അങ്ങനെയുള്ള വലിയ പ്രശ്നമില്ലാത്ത വ്യക്തികൾ എൻ്റെ ഈ രോഗം എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആ രോഗം മൂർച്ഛിച്ച് വന്ന് കിടപ്പിലാകുവാൻ, രോഗശയ്യയിലാകുവാൻ ഒക്കെ ഇടയായിത്തീരും. അതെല്ലാം അങ്ങനെ ഒരു തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. എന്തിന്? പിശാചിന് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റണം എന്നുള്ള ഒറ്റ നിഷ്ഠയാണുള്ളത്. അതായത് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ നിന്ന് നമ്മെ പറിച്ചു മാറ്റണം എന്നുള്ള ആ ഒറ്റ ചിന്തയോടുകൂടിയാണ് പിശാച് നടക്കുന്നത്. ആ പിശാചിൻ്റെ ആ കളികളിൽ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ വീഴാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് ഒരു പ്രഭാതം കൂടി കാണുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയാൽ ആദ്യം ആരും തൻ്റെ മൊബൈലല്ല എടുക്കേണ്ടത്. തൻ്റെ മൊബൈലെടുത്ത് ആരൊക്കെ എന്തെല്ലാം മെസ്സേജ് അയച്ചെന്നല്ല നോക്കേണ്ടത്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആ കിടക്കയിലിരുന്നു കൊണ്ട് തന്നെ ദൈവത്തോട് നന്ദി പറയുക. ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം തനിക്ക് നൽകിയ ആ ഭാഗ്യത്തെ ദൈവസന്നിധിയിൽ നന്ദി പറയുക. തുടർന്ന് ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവം അത്ഭുതകരമായി ദൈവം വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം പരീക്ഷിക്കാതിരിക്കത്തില്ല. ദൈവം നിശ്ചയമായും ഓരോ വ്യക്തി ജീവിതങ്ങളെയും പരീക്ഷിക്കും. താൻ ആ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് വൈകിയാൽ ആ ദൈവത്തോട് നന്ദി പറയുന്ന ആ സ്വഭാവം മാറുമോ, ദൈവത്തിൽ നിന്ന് അകലുമോ എന്നൊക്കെ നോക്കുവാനായിട്ട് ദൈവം പരീക്ഷിക്കും. പക്ഷേ ആ പരീക്ഷയിൽ നാം തോറ്റുപോകാതെ ദൈവത്തോട് നന്ദി കരേറ്റി നന്ദിയുള്ളവരായി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം, സക്സസ്, ഹെൽത്ത്, പ്രോസ്പിരിറ്റി എല്ലാം നമുക്ക് നൽകുവാൻ ദൈവം ഇടയാകും. നമ്മുടെ റിലേഷൻഷിപ്സ്, അതായത് ഫാമിലിയിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്സ് എല്ലാം നമുക്ക് ദൈവം അനുഗ്രഹിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം നമുക്ക് ജ്ഞാനം, പരിജ്ഞാനം എല്ലാം നൽകുവാൻ ഇടയായിത്തീരും. ദൈവം നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം തരുവാനിടയായിത്തീരും. നമുക്ക് ഉള്ള ആരോഗ്യത്തിൽ വച്ചുകൊണ്ട് ദൈവത്തോട് ഈ നല്ല ആരോഗ്യം നൽകിയതിനായി നന്ദി എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തി ദൈവം ആരോഗ്യമുള്ള ഒരു വ്യക്തിയാക്കി നമ്മെ മാറ്റുവാനിടയാവും. വലിയ സ്വപ്നങ്ങൾ കാണുക. നിങ്ങൾ നല്ല നിലയിലിരിക്കുന്നത്, നല്ല ഉന്നത നിലവാരത്തിലിരിക്കുന്നത്, ഉന്നതമായ വാഹനങ്ങളിൽ കയറി യാത്ര ചെയ്യുന്നത്, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ താമസിക്കുന്നത് ഒക്കെ നാം സ്വപ്നം കാണുക. നാം എപ്പോഴും വലിയത് ചിന്തിക്കുക, വലിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, വലിയത് നമുക്ക് ദൈവം നൽകിയെന്ന് നാം ചിന്തിക്കുക. അതിൽ പ്രത്യാശ വെച്ച് സന്തോഷത്തോടുകൂടി ദൈവം നമുക്ക് നൽകി, എൻ്റെ ദൈവത്താൽ അസാധ്യമൊന്നും തന്നെ ഇല്ല, എൻ്റെ ദൈവത്തിന് സകലതും സാധ്യമാണ്, സാധ്യമാകുന്ന ദൈവത്തെയാണ് നാം മുറുകെ പിടിക്കുന്നത്. ദൈവം നമ്മോട് ഇടപെട്ട ഓരോ കാര്യങ്ങളും നമുക്ക് ദൈവം നടത്തി തരുവാൻ ശക്തനാണ്. ആ ശക്തനായ ദൈവത്തെയാണ് നാം മുറുകെ പിടിക്കുന്നത് എന്നുള്ള ആ പ്രത്യാശയും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ദൈവമക്കളെ. ആ
ദൈവത്തെയാണ് നാം മുറുകെ പിടിക്കുന്നത്. ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ ദൈവത്തെയാണ്, യഹോവയായ ദൈവത്തെയാണ്. ഉൽപ്പത്തിയിൽ നമുക്ക് നോക്കുമ്പോൾ അപ്പോഴും പരിശുദ്ധാത്മാവ് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആത്മാവ്, പരിശുദ്ധാത്മാവ് യേശു കർത്താവ് മരിച്ചതിന് ശേഷമല്ല, ഉയർത്തെഴുന്നേറ്റപ്പെട്ടതിന് ശേഷമല്ല, പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ ആദ്യം മുതലേ, ലോക സൃഷ്ടിയുടെ, പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യം മുതലേ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് ആണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് യേശു കർത്താവ് പറയുന്നത് പോലെ യേശു കർത്താവ് പറയുന്നു, ഞാനും എൻ്റെ അപ്പനിൽ പ്രവർത്തിക്കുന്നു. പിതാവിൽ ഞാനുണ്ട്, എന്നിൽ പിതാവുണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്, ഉൽപ്പത്തിയിൽ തന്നെ 3 പേരുമുണ്ടായിരുന്നു. അതായത് യഹോവയായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും. ഉൽപ്പത്തിയിൽ തന്നെ അവർ 3 പേരും ചേർന്നാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഏക ദൈവം എന്നുള്ളതാണ് നാം പറയുന്നത്. ഏക ദൈവം, ഈ 3 കൂടെ ഒറ്റ ദൈവം എന്നുള്ളതാണ് നാം പറയുന്നത്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യം മുതലേ ഈ ഏക ദൈവം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? ഏക ദൈവം തന്നെയാണ് എന്ന് മനസ്സിലാക്കി നാം ജീവിക്കുക. ആ ഏക ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കുക. നാം എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമുക്ക് നൽകിയ സകലത്തിലും നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ജ്ഞാനത്തിൽ, ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളിൽ, ദൈവം നൽകിയിരിക്കുന്നതായ മാതാപിതാക്കളിൽ, ദൈവം നൽകിയിരിക്കുന്ന കുടുംബജീവിതത്തിൽ, ദൈവം നൽകിയിരിക്കുന്ന ഭർത്താവ്, ഭാര്യ, മക്കൾ, ഇതിലെല്ലാം നന്ദിയുള്ളവരായിരിക്കണം. കർത്താവ് ദൈവം നമുക്ക് നൽകിയ ഭർത്താവ്, ഭാര്യയൊക്കെ ദൈവമാണ് നമുക്ക് നൽകിയത്. അവരെ ഓർത്ത് നാം നന്ദിയുള്ളവരായിരിക്കണം. എല്ലാറ്റിലും നന്ദിയുള്ളവരായിരിക്കണം. നമ്മെ തകർക്കുവാനായി പിശാച് പല തന്ത്രങ്ങളും മെനഞ്ഞ് പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പേ കൊണ്ടിടും. പക്ഷേ ആ പ്രശ്നങ്ങളെ നാം നോക്കാതെ, ആ പ്രശ്നങ്ങളെ മാറ്റുവാൻ ശക്തനായ ദൈവത്തെ നാം നോക്കുക. അങ്ങനെ നാം ദൈവത്തെ നോക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോയാൽ നമ്മുടെ മുമ്പേ വരുന്ന ഒരു പ്രശ്നത്തിനും നമ്മളെ തളർത്തുവാനോ തകർക്കുവാനോ കഴിയത്തില്ല. ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നാം ആയിരുന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൽ നന്ദിയുള്ളവരായി ഇരിക്കുന്നവരെല്ലാം ഈ ലോകത്ത് നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവസന്നിധിയിൽ അവർ നന്ദിയുള്ളവരായിരിക്കും. ഈ പ്രപഞ്ചത്തിലൊരു സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവിൻ്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. ആ കർത്താവിനെ, ആ ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നാം താഴ്ന്നിരുന്ന് ദൈവസന്നിധിയിൽ മുറുകെ പിടിച്ചിരുന്ന് ദൈവം നമ്മോട് ഇടപെടും. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം നമ്മുടെ കഷ്ടതകൾ മാറ്റും. ദൈവം നമ്മെ ഉയർത്തും. ദൈവം നമ്മെ മാനിക്കും. ദൈവം നമ്മെ സാമ്പത്തികമായി ഉയർത്തും. ദൈവം നമുക്ക് നല്ല വാഹനങ്ങൾ നൽകും. ദൈവം നമുക്ക് നല്ല ഭവനം നൽകും. ദൈവം നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുത്തും എന്നൊക്കെ നാം ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നമ്മെ ദുഃഖിപ്പിക്കുവാൻ പിശാചിന് സാധിക്കത്തില്ല. ഒരിക്കലും പിശാചിന് നമ്മളെ തകർക്കുവാൻ സാധിക്കത്തില്ല. ഒരിക്കലും പിശാചിന് നമ്മെ
തകർത്തുകൊണ്ട് നമ്മെ ജയിക്കുവാൻ പിശാചിന് സാധിക്കത്തില്ല. നാം ദൈവമക്കളായി, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി, ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി ഇരുന്നാൽ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്ന വിധങ്ങൾ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. നമുക്ക് മറ്റൊരു കാര്യമാണ്, നാം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ആ ദിവസം മുഴുവൻ ദൈവം നമ്മെ നടത്തിയ ഓരോ വിധങ്ങളെയും ഓർത്ത് നാം നന്ദി പറയണം. നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ലായിരിക്കും. പക്ഷേ ഒരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാഗ് നോക്കുമ്പോൾ ബാഗിൽ ചിലപ്പോൾ നമുക്ക് അന്ന് ആ കാര്യത്തിന് ആവശ്യമായ സാമ്പത്തികം ദൈവം കരുതി വച്ചിരിക്കും. നാം തന്നെ അതിശയിക്കും. ഞാൻ അങ്ങനെ പല സമയം അതിശയിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഒരു ക്യാഷും ഇല്ല എന്ന് ചിന്തിക്കും. പക്ഷേ ദൈവമേ, എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് ഇത്ര രൂപ വേണം, എനിക്ക് ഇന്ന കാര്യം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്, അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാഗ് നോക്കുമ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ക്യാഷിനേക്കാളും പലപ്പോഴും ക്യാഷ് അതിൻ്റെ അകത്തിരിക്കുന്നത് ഞാൻ തന്നെ അതിശയിക്കാറുണ്ട്. ഇത് എങ്ങനെ ഇതിൻ്റെ അകത്തിരിക്കുന്നു, ഇതെങ്ങനെ ഇരിക്കുന്നു, ഇത് എപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറ് ഉണ്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ എനിക്ക് പല സമയവും ഉണ്ടായിട്ടുണ്ട്. ദൈവം അത്ഭുതവാനാണ്, ദൈവം അതിശയവാനാണ്. അല്ലെങ്കിൽ ആരിലൂടെയെങ്കിലും സാമ്പത്തികം ദൈവം ഒരുക്കി തരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് സാമ്പത്തികം മാത്രമല്ല, ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ബസ്സിലാണോ സിസ്റ്ററെ? ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ബസ് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പ്രയാസപ്പെടാറുണ്ട്. ദൈവമേ, ബസ് കിട്ടി, ഇനി എപ്പോൾ എത്തുമെന്തോ, എനിക്ക് വീട്ടിൽ സമയത്തിന് എത്താൻ കഴിയുമോ, ബസ് പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പം യാദൃശ്യമായിട്ട് ഏതെങ്കിലും വിശ്വാസികളുടെ വാഹനം എനിക്ക് ലഭിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ബസ് തന്നെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലാത്ത ടൈമിൽ ബസ് ലേറ്റായി വന്ന് എനിക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ദൈവസന്നിധിയിൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത രീതിയിൽ ദൈവം പലപ്പോഴും എന്നെ അനുഗ്രഹിക്കാറുണ്ട്. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നാം എല്ലാറ്റിനും ദൈവത്തോട് നന്ദി പറയുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ ഏതൊരാവശ്യവും നമ്മുടെ അപ്പനോട് പറയുന്നത് പോലെ സർവശക്തനായ പിതാവിനോട്, ഈ ലോകത്തിൻ്റെ തന്നെ അപ്പനായ ദൈവത്തോട് നാം പറയുകയാണെങ്കിൽ ദൈവം നടത്തി തരുവാൻ ശക്തനാണ്. ദൈവം നമുക്ക് ആ അത്ഭുതങ്ങൾ നടത്തി തരുവാൻ വിശ്വസ്തനാണ് എന്ന് നാം വിശ്വസിക്കുക, നാം അത് ഏറ്റെടുക്കുക, ദൈവസന്നിധി താഴ്ന്നിരിക്കുക. അപ്പോൾ ഇതിൽ പറയുന്നതായ ആ ലോ ഓഫ് അട്രാക്ഷൻ നമ്മിൽ പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുവാനിടയായിത്തീരും. നമുക്ക് ലഭിക്കുന്ന ചെറിയ കാര്യങ്ങളാവട്ടെ, അതിലെല്ലാം നാം ചെറിയ കാര്യങ്ങളിൽ നാം വിശ്വസ്തരായിരുന്നാൽ ദൈവം നമുക്ക് വലിയ 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 കാര്യങ്ങൾ ചെയ്തു തരാൻ വിശ്വസ്തനാണ് എന്ന് നാം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവം നൽകുന്ന സകല ചെറിയ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അത് വലിയ കാര്യമല്ലായിരിക്കാം, പക്ഷേ ആ ചെറിയ കാര്യത്തിലും നാം നന്ദിയുള്ളവരായി ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യസ്ഥിതിയിൽ നന്ദിയുള്ളവരായി. രോഗിയായിരിക്കാം, പക്ഷേ കിടന്നു പോയിട്ടില്ലല്ലോ, നടന്ന് നമുക്ക് എല്ലാ ജോലിയും ചെയ്യുവാൻ കഴിയുന്നല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നല്ലോ, അതിലെല്ലാം നന്ദിയുള്ളവരായിരിക്കണം. ചിലപ്പോൾ വലിയ രോഗമായിരിക്കാം, എന്നാലും ദൈവം കിടത്താതെ നമ്മളെ നോക്കുന്നല്ലോ. എല്ലാത്തിലും നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവം അപ്പോൾ നമ്മെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും നമ്മളെ നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യും.
അതിനായി ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് വിശ്വസിക്കുക.